ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് വിഭൂതി തിരുനാൾ. ശിവമതസഭയുടെ പാരമ്പര്യമനുസരിച്ച് ഉപവാസത്തിനുള്ള ദിവസം. നമുക്കറിയാം, ഇന്നത്തെ കുർബാനയിൽ ആദ്യത്തെ വായനയിൽ നാം കാണുന്നുണ്ട്, ആദം ഹവ്വായും പാപം ചെയ്ത ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ പിതാവായ ദൈവം ആദത്തെ വിളിച്ച് ഇപ്രകാരമാണ് ചോദിക്കുന്നത്: ആദം, നീ എവിടെയാണ്? ആദത്തോടും അതോടൊപ്പം തന്നെ മാനവകുലത്തോടുമുള്ള പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ചോദ്യവും ഇതുതന്നെയാണ്: നീ എവിടെയാണ് എന്ന്. 2025 ഈ നോമ്പുകാലത്ത് നമ്മോട് ദൈവം ചോദിക്കുന്നതും ഇതുതന്നെയാണ്: നീ എവിടെയാണ് എന്നുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകമായിട്ട് ഈ 2025 പ്രത്യാശയുടെ ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ നമ്മളൊക്കെയും പ്രത്യാശയുടെ തീർത്ഥാടകരാണ്, സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടകരാണ് എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ദൃഢമൂലമായി വളരണം. നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് സഭയോടൊപ്പം ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഈ നോമ്പുകാലത്ത് വിശദീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. ജോഷുവയുടെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ അതുകൊണ്ട് തന്നെയാണ് ജോഷുവ പ്രവാചകരുടെ പിതാവായ ദൈവം ഇപ്രകാരം പറയുന്നത്: നിങ്ങൾ ഇന്ന് നിങ്ങളെ തന്നെ വിശദീകരിക്കുവിൻ, നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് നമ്മളെ തന്നെ വിശദീകരിക്കുവാനായിട്ട് ഉപവാസത്തിലൂടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ നിയന്ത്രണങ്ങളിലൂടെ നമ്മളെ തന്നെ വിശദീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. അങ്ങനെ നമ്മുടെ ഇടയിൽ നാളെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമുക്ക് ഈ നോമ്പുകാലം മനോഹരമാക്കുവാനായിട്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുവാനായിട്ട് ഒരുങ്ങാം. അങ്ങനെ പൗലോസ്ലീഹ റോമക്കാരുടെ ലേഖനത്തിൽ പറയുന്ന പോലെ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന: നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരവും സജീവവുമായ ഒരു ബലിയായി സമർപ്പിക്കുവിൻ, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ഈ നോമ്പുകാലത്തിന് നമുക്ക് ഒരുങ്ങാം. അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.